ദേ ഈ നെക്ലസ് നോക്കിക്കേ, എന്തൊരു പൊലിമയാണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലേഴ്സ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി. മട്ടാഞ്ചേരി ടൗൺ ഹാൾ നവീകരണത്തിന് തുടക്കമായി. നടപ്പാക്കുന്നത് 1.5 കോടി രൂപയുടെ പദ്ധതി. നവീകരണത്തിന്റെ പേരിൽ മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന മട്ടാഞ്ചേരി ടൗൺ ഹാളിന് ഒടുവിൽ ശാപമോക്ഷമാകുന്നു. ഷഷ്ടിപൂർത്തി പിന്നിട്ട കൊച്ചി നഗരസഭാ വക മട്ടാഞ്ചേരി നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാളിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു. BPCLന്റെ സഹകരണത്തോടെ 1.5 കോടി രൂപ ചിലവഴിച്ചാണ് ടൗൺ ഹാൾ നവീകരണം ആരംഭിച്ചിട്ടുള്ളത്. ഹാളിന്റെ സീലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കിടന്നിരുന്ന ടൗൺ ഹാൾ വളപ്പിൽ ശുചീകരണ പ്രവൃത്തികളും നടന്നു. ശുചിമുറി സമുച്ചയം, വാതിലുകൾ എന്നിവ നവീകരിക്കും. വെജിറ്റേറിയൻ ഭക്ഷണശാല പുതിയതായി നിർമ്മിക്കും. ടൗൺ ഹാൾ വളപ്പ് സൗന്ദര്യവൽക്കരണവും ഇതോടൊപ്പം നടപ്പാക്കും. കഴിഞ്ഞ ഓഗസ്റ്റിൽ നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 10 മാസങ്ങൾക്ക് ശേഷമാണ് നവീകരണ ജോലികൾ ആരംഭിക്കുന്നത്. നഗരസഭ ഫോർട്ട് കൊച്ചി മേഖല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം സഹായം നൽകാമെന്ന BPCL കൊച്ചി റിഫൈനറി ജനറൽ മാനേജർ ജോർജ് തോമസ് മേയർ M. അനിൽകുമാറിനെ നേരത്തെ അറിയിച്ചിരുന്നു. 4 മാസത്തിനകം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. K. അഷ്റഫ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ജനങ്ങൾക്ക് അന്യമാണ് ടൗൺ ഹാൾ. 2020 ജൂലൈ മാസം മുതൽ 1 വർഷക്കാലം കോവിഡ് രോഗി ചികിത്സയ്ക്കുള്ള FLCT ആയി പ്രവർത്തിക്കുകയും തുടർന്ന് നഗരസഭാ വക പരിപാടികൾക്കായി ഉപയോഗിക്കുന്ന ടൗൺ ഹാൾ നവീകരണത്തിന്റെ പേരിലാണ് പൊതുജനങ്ങൾക്ക് വാടകയ്ക്ക് നൽകാത്തത്. ടൗൺ ഹാൾ അടച്ചിട്ടത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ജനങ്ങൾക്കും നഗരസഭയ്ക്കും ഉണ്ടാവുന്നത്. 8 മണിക്കൂർ ദൈർഘ്യത്തിന് 8000 രൂപയാണ് നഗരസഭ വാടകയായി ഈടാക്കിയിരുന്നത്. നവീകരണം യാഥാർത്ഥ്യമാവുന്നതോടെ ടൗൺ ഹാൾ സാധാരണക്കാർക്ക് വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആശ്വാസമാകും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.